ഡോക്ടർ ശ്രുതി. എങ്ങനെ ക്രിയാറ്റിനെ നാച്ചുറലി റെഡ്യൂസ് ചെയ്യാം എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ എന്ന് പറയുമ്പോൾ മെറ്റബോളിക് വേസ്റ്റ് ആണ്. അത് നാച്ചുറലി നമ്മുടെ കിഡ്നി ഫിൽട്രേഷന്റെ ഭാഗമായിട്ട് പുറന്തള്ളപ്പെടുന്നു. എന്നാൽ ചില പേഷ്യന്റിൽ ഈ ക്രിയാറ്റിന്റെ അളവ് ബ്ലഡ് വർക്ക്സ് ചെയ്യുമ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ, സം കൈൻഡ് ഓഫ് വേരിയേഷൻ നമ്മൾ കാണാറുണ്ട്. എസ്പെഷ്യലി എന്തെങ്കിലും സർജറിക്ക് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷന്റെ ഭാഗമായിട്ട് മെഡിക്കേഷൻ കുറച്ച് നാളുകളിലേക്ക് മെഡിസിൻ എടുക്കുന്ന ആളുകളിലാണ് നമ്മളിങ്ങനെ ഈ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നത്. പക്ഷേ ഇതൊരു അളവിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് പോലത്തെ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കാനും, പക്ഷെ ഓൾറെഡി ഡയാലിസിസ് തുടങ്ങിയിരിക്കുന്ന ആളുകളിൽ ഇപ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ 2 തവണ, ആഴ്ചയിൽ 3 തവണ ഒക്കെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളിൽ ഈ ഡയാലിസിസിന്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരാനും നമുക്ക് നാച്ചുറലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെയിറ്റ് ആണ്. നമ്മുടെ വെയിറ്റിന്റെ ഇൻക്രീസ് ആവുന്ന വെയിറ്റിനെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയാൻ തന്നെ നമ്മുടെ ക്രിയാറ്റിന്റെ ഈ ഫ്ലക്ച്വേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഉപ്പിന്റെ ഇൻടേക്ക് അല്ലെങ്കിൽ സാൾട്ടിന്റെ ഇൻടേക്സിലുള്ള കൺട്രോളാണ്. നമുക്കറിയാം, ഉപ്പ് എത്രത്തോളം നമ്മുടെ ബോഡീനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ അത്രയും ക്രിയാറ്റിന്റെ ഫ്ലക്ച്വേഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP, നമ്മൾ സ്ഥിരമായിട്ട് BPക്ക് മെഡിസിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ BPന്റെ മെഡിസിൻ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്.